ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സമയം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദേ കവലയിലേക്ക് വന്നതാണ്, തൈക്കൽ കവലയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം നാളെ നമ്മുടെ വീട്ടിൽ അമ്മ മരിച്ചതിൻ്റെ ആണ്ട് നടത്തുകയാണ്. അപ്പം ഇന്ന് വീട്ടിൽ ഭക്ഷണമൊക്കെ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ അച്ഛനാണ് ഉള്ളത്. അപ്പം അച്ഛനും പിന്നെ അടുത്ത വീട്ടിലെ അച്ഛനും കൂടിയിട്ട് ചേർത്തലയിൽ പോയിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അനിയനില്ല, ഏട്ടനൊന്നും വീട്ടിലില്ല കേട്ടോ. അപ്പോൾ ഞാനാണ് കവലയിലേക്ക് വന്നത്. ഞാൻ ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. നടന്നാണ് വന്നത്. സൈക്കിൾ നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു കുട്ടി എടുത്തുകൊണ്ട് പോയി കേട്ടോ. അവൻ കടയിൽ പോയിട്ട് ഇപ്പോൾ വരാൻ പറഞ്ഞു. കടയിൽ പോയി വന്ന് ഞാൻ കുളിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് സൈക്കിൾ അവൻ വീണ്ടും എടുത്തിട്ട് പോയി. അപ്പോൾ ഞാൻ നടന്നാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇറച്ചി വന്നിട്ടില്ല, ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം വന്നത് തീർന്നിട്ട് ഇനി രണ്ടാമത് വരും. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ പച്ചക്കറിയും വാങ്ങിക്കാനുണ്ട്. അത് കുറച്ച് അങ്ങോട്ട് പോകണം, പച്ചക്കറി കട വരുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഇറച്ചി വാങ്ങിച്ചിട്ട് പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് ഓട്ടോയ്ക്ക് പോകാമെന്നൊക്കെ കരുതിയിരിക്കുകയാണ്. നിന്നൊന്നും അടുത്ത് ഞാനിവിടെ. അപ്പോൾ ഒന്ന് കടയിലേക്കും പോകാമെന്നൊക്കെ കരുതിയിരുന്നതാണ്. അപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കടയിൽ വർക്കിന് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇന്ന് പോക്ക് ഇല്ല. ആദ്യക്കുട്ടനെ ഒന്ന് അംഗൻവാടിയിലും കൊണ്ടാക്കിയില്ല. അവനൊന്ന് വീട്ടിൽ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കവലയിലേക്ക് വന്നതാണ് ഫ്രണ്ട്സ്. എനിക്ക് വെള്ളം ദാഹിച്ചിട്ടും വയ്യ. അപ്പോൾ ഇറച്ചി വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അത് അരിഞ്ഞ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അരിഞ്ഞ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഇനി പച്ചക്കറി കടയിൽ കയറണം. 2 കിലോ ഇറച്ചിക്ക് 400 രൂപയാണ് കേട്ടോ. ഞാൻ ഇറച്ചി വാങ്ങിച്ചിട്ട് പോവുകയാണ്. ഇനി മീൻ വാങ്ങിക്കണം, പിന്നെ അച്ചിങ്ങ, ക്യാരറ്റ് ഇതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ തൈക്കൽ കവല കാണാത്ത കൂട്ടുകാർ, ഇത് നമ്മുടേതാണ് കേട്ടോ, നമ്മുടെ തൈക്കൽ കവല. ഞാനിങ്ങനെ സൈക്കിളിലാണ് എപ്പോഴും പോവുക ചെയ്യുന്നത്. നടന്നുള്ള യാത്ര കുറച്ചായിട്ടോ. സൈക്കിൾ വാങ്ങിച്ചതിന് ശേഷം എപ്പോഴും സൈക്കിളിലാണ്. ഇന്ന് തീരെ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ നടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തൈക്കൽ കവല. കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കണ്ടവർക്ക് വേണ്ടിയിട്ടല്ല.